ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കർഷകരിലേക്കും തൊഴിലാളികളിലേക്കും സാധാരണ മനുഷ്യരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിശ്ചയമായും നമുക്ക് പൂർത്തീകരിക്കാനാകും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്യപ്പെട്ട ചരിത്രം. അപ്പനെ മക്കളെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നമുക്ക് വില്ലേജിൽ നിന്ന് നമ്മളെ വീടിന് സ്ഥലം കിട്ടുന്നുണ്ട് കേട്ടോ. വീട് വെക്കാൻ സ്ഥലം കിട്ടുന്നുണ്ട്. നമ്മളെ പട്ടായം മേടിക്കാൻ പോണ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിപ്പോ സ്കൂൾ വിട്ട് വന്നോളൂ കേട്ടോ. ബാഗൊക്കെ അത് അവിടെ വിട്ടു വന്നിട്ടല്ല, ഞങ്ങളെ വിളിക്കാൻ വന്നു കേട്ടോ. അത് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ എത്തി. അപ്പൊ തന്നെ എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇവിടെ തോട്ടര എത്തിയിട്ടുണ്ട് കേട്ടോ. തോട്ടര രണ്ടും പറയിട്ടോ. അപ്പൊ ഇവിടെ അമ്മായിന്റെ വീടാട്ടോ. ഞങ്ങള് സന്ദീപ് ഏട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാരെ കണ്ടപ്പോ ഞങ്ങൾ അതിന്റെ ഇടിയോട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ഥലം എത്തിയിട്ട് നമുക്ക് ഇനി സ്ഥലം എത്തിയിട്ട് കാണാം. അപ്പം നമ്മുടെ തച്ചനാട്ടുകര വില്ലേജ് ഓഫീസിൻ്റെ പരിധിയിൽപ്പെട്ട മിച്ചഭൂമി വിതരണത്തിന് എത്തിയിരിക്കുന്ന ആളുകളാണ്. അതുപോലെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ ആളുകളും ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് 323ഓളം പട്ടയം ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ MLA നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കാം. റവന്യൂ വകുപ്പിലെ ആദരണീയരായ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ വിവിധ വാർഡുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ നിന്ന് 2 മണ്ഡലങ്ങളിലൊഴികെ തൃത്താലയും മണ്ണാർക്കാട് ഒഴികെയുള്ള 10 മണ്ഡലങ്ങളിലായി 2409 പട്ടയങ്ങൾ ഇന്ന് വിതരണം ചെയ്യപ്പെടുകയാണ്. ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നമ്മുടെ ഒറ്റപ്പാലം മണ്ഡലമാണ്. 323 പട്ടയമാണ് ഇന്ന് ഈ മണ്ഡലത്തിൽ ഇവിടെ വെച്ച് ഈ പട്ടയമേളയിൽ വെച്ച് വിതരണം ചെയ്യപ്പെടുന്നത്. മണ്ണാർക്കാട് ലാൻഡ് ട്രിബ്യൂണലിന്റെ ഭാഗമായിട്ടുള്ള തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രദേശത്ത് തച്ചനാട്ടുകര 1-ാം വില്ലേജിൽ 79 പട്ടയങ്ങൾ ഇന്ന് ഈ മേളയിൽ വെച്ച് വിതരണം ചെയ്യപ്പെടുകയാണ്. ഒറ്റപ്പാലം ലാൻഡ് ട്രിബ്യൂണലിലുള്ള കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നായിട്ടുള്ള 111 പട്ടയങ്ങളും 131 ദേവസ്വം പട്ടയങ്ങളും 2 മിച്ചഭൂമി പട്ടയവും ഉൾപ്പെടെയാണ് 323 പട്ടയം ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുസ്ഥാപനമാണ് വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനുമുള്ള വലിയ പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെന്റ് നിശ്ചയിച്ച റവന്യൂ വകുപ്പ് മുൻകൈയെടുത്ത് നടത്തുന്നത്. ഒറ്റപ്പാലം മണ്ഡലത്തിലാകെ 15 വില്ലേജ് ഓഫീസുകളാണുള്ളത്. അതിൽ 7 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി കഴിഞ്ഞ ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യമുള്ള വില്ലേജ് ഓഫീസുകളായി മാറിക്കഴിഞ്ഞ സ്ഥിതിയാണ് നിലവിലുള്ളത്. ഒരു വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്കിടിപ്പേരൂർ വില്ലേജിലെ. വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആവുക എന്നതിന്റെ അർത്ഥം പഴയ കാലത്ത് നിന്ന് മാറി വില്ലേജിൽ എത്തുന്ന ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് മികച്ച സേവനം നൽകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം വില്ലേജ് ഓഫീസിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. വരുന്ന ഗുണഭോക്താവിന് അവിടെ ഇരിക്കാനും വില്ലേജ് ഓഫീസറെ കാണാനും മറ്റു ബന്ധപ്പെട്ട ആളുകളെ കാണാനും കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ കഴിയുന്ന നിലയിലുള്ള ഒരു അന്തരീക്ഷം ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ഒരു കെട്ടിടവും അതിനെല്ലാം കൃത്യമായിട്ടുള്ള ചിപ്പ് ഘടിപ്പിച്ച ഒരു കാർഡ് എല്ലാവർക്കും നൽകുന്ന നിലയിൽ ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ നേട്ടങ്ങൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കർഷകരിലേക്കും തൊഴിലാളികളിലേക്കും സാധാരണ മനുഷ്യരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിശ്ചയമായും നമുക്ക് പൂർത്തീകരിക്കാനാകും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്യപ്പെട്ട ചരിത്രം സ്വാഭാവികമായും ഈ ഗവൺമെന്റിന് അവകാശപ്പെട്ടതാണ്. 57 കേരളത്തിലെ ആദ്യ ഗവൺമെന്റ് മുതൽ ഈ കാലം വരെയും നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത നിലയിൽ ജനങ്ങളുടെ പട്ടയ പ്രശ്നത്തെ കാണുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന നിലയിൽ വലിയ നമ്പർ പട്ടയം, ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്യപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ കാലമാണ് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇനിയും ഏതെങ്കിലും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കും. അതിനുവേണ്ടി മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ മണ്ഡല അടിസ്ഥാനത്തിലുള്ള യോഗങ്ങളെല്ലാം വിളിച്ചിരുന്നു. ഏതെങ്കിലും വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടെങ്കിൽ തുടർന്നും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആ പ്രശ്നങ്ങൾ കൂടി കുറെ നാളത്തെ കാത്തിരിപ്പിന്റെ ഫലമായിട്ട് ഇന്ന് നമുക്കിവിടെ കുറെ പേർക്ക് പട്ടയം കിട്ടുക എന്നുള്ള സന്തോഷത്തിലാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്ന ടോക്കൺ നമ്പർ 55 പേരായിട്ട് പാലോട്ടിൽ
അതിനുശേഷം 28 മുഹമ്മദ് കോലത്ത്. ടോക്കൺ നമ്പർ 3 നാരായണൻകുട്ടി. ടോക്കൺ നമ്പർ 4 ലൈല. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചതായി കണക്കാക്കണം. എല്ലാവരും സംസാരിക്കുന്നില്ല എന്നാണ് അറിയിച്ചത്. തുടർന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്. CPIMന്റെ പ്രതിനിധി ശ്രീ K ജയദേവനെ ആശംസകൾ അർപ്പിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. നമുക്ക് പട്ടയം കിട്ടിയിട്ടോ ഗൈസ്. ഇതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും അപ്പനും മക്കളും യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ എല്ലാവർക്കും ബൈ ബൈ.